ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെ എല്ലാ ഘടകങ്ങളും അനുകൂലമായത്. എല്ലാ ഘടകങ്ങളും പ്രതികൂലമായാൽ പോലും, അല്ലെങ്കിൽ എല്ലാം അനുകൂലമായി മാറിയില്ലെങ്കിൽ പോലും 17 സീറ്റ് കുറഞ്ഞത് UDF വിജയിക്കും. 20 സീറ്റ് വിജയിച്ചാലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. UDF യോഗത്തിലൊക്കെ ഈ വിജയം അത് സംഘടനാ സംവിധാനങ്ങളുടെ പൂർണ്ണമായ വിജയമാണ് എന്ന വിലയിരുത്തലുണ്ടോ? അതോ അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ വിജയമാണോ? അതോ ഈ പറയുന്ന ഈ BJPക്കെതിരെയുള്ള വികാരം, നാഷണൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുവികാരം ഉണ്ടാകും, അത് അനുകൂലമായി മാറുകയാണോ? മറിച്ച് സംഘടനാ സംവിധാനങ്ങളിലെ പൂർണ്ണമായി UDFന്റെ വിജയമായിരിക്കും? ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയം ഒരു മുന്നണിക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സംഘടനാ സംവിധാനവും എല്ലാ ഘടകങ്ങളും ഉണ്ടാകും. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ UDFന് മാത്രമല്ല LDFന് അടക്കം സംഘടനാ സംവിധാനം വഴിയുള്ള മുന്നേറ്റം കുറഞ്ഞു വരികയാണ്. മറ്റ് എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് ആണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ ഘടകങ്ങളാകുന്നത്. ഈ തവണ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വീക്ഷിക്കുന്നവർക്ക് CPM പോലും ഒരു സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആയിരുന്നില്ലല്ലോ. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ BJP ഭയം വളർത്തിയെടുത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അല്ലെ സംഘടനാപരമായിട്ടുള്ള സ്വാധീനം കുറയുന്നതുകൊണ്ടാണല്ലോ. പിന്നെ പുത്തൻ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോട് തന്നെ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം കൊണ്ടുണ്ടാകും. അതും സംഘടനാപരമായ ദൗർബല്യങ്ങൾക്ക് ഇടവരുത്തുന്നു. അന്നേരം നമ്മളിപ്പോ UDFനാണോ LDFനാണോ എന്നുള്ളതില്ല ചർച്ച. കേരളത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയവും ആ ഒരു മതേതര മനസ്സ്, പുരോഗമന മനസ്സ്, അത് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് സംഘടനാ ദൗർബല്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. കോൺഗ്രസിന് അങ്ങനെ വിലയിരുത്തലുണ്ടായിരുന്നു. അതായത് പൂർവ്വ വോട്ട് പോൾ ചെയ്യിപ്പിക്കാൻ കഴിയാത്ത താഴെത്തട്ടിൽ സംഘടനാ സംവിധാനത്തെ അത് പുനഃപരിശോധിക്കണമെന്നും ഒപ്പം തന്നെ വോട്ട് ചെയ്യാതെ പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ പരിശോധിക്കുന്ന കമ്മിറ്റിക്ക് ഒരു പരിശോധന, ആ നിലപാട് UDFിലെ ഘടകകക്ഷി കൊണ്ടുവരുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് കോൺഗ്രസ് നല്ല കാര്യം ചെയ്തല്ലേ. തുടർന്ന് പറയുന്ന ആ ഒരു തന്റെ ഇടം കോൺഗ്രസ് കാണിച്ചില്ലല്ലോ. ബാക്കി ഉള്ളവർ പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ സാധിക്കത്തില്ലല്ലോ. വോട്ടിംഗ് ശതമാനം കുറവ് പരിശോധിച്ചപ്പോൾ തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, പോളിംഗിന് പോയില്ലെങ്കിൽ, വോട്ടിങ്ങിന് പോയില്ലെങ്കിൽ കോൺഗ്രസ്സുകാരാ പോകാത്തത് UDFകാരാണ്. ഇത്തവണ നല്ല ഒരു ശതമാനം ഇടതുപക്ഷത്തിനെ പിന്തുണച്ചവരും ഇത്തവണ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നു. കോൺഗ്രസ് അങ്ങനെ ഒരു പഠനത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണ്. UDFിൽ കൂടിയാലോചനകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഈ ഏകോപന സമിതി യോഗത്തിലൊക്കെ പല നേതാക്കളെ വിളിക്കുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, താങ്കളെ അറിയിച്ചിട്ടില്ല, അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ അത് പറയുന്നത് UDF കൺവീനർ കൂടിയാണ്, അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ. അങ്ങനെ എന്തെങ്കിലും കൂടിയാലോചന നടക്കുന്നില്ല എന്നുള്ള അത് കോൺഗ്രസിനകത്ത് അങ്ങനെ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് അവർ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിളിക്കാതിരുന്നിട്ടില്ല, ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്.